ജാനുവിന്റെ അനിയത്തിക്ക് സുഖമായില്ലേ? ശരിക്കും സുഖമായില്ല കുഞ്ഞ്. ജാനു ഇനി ജോലിക്ക് വരില്ലേ? വരും കുഞ്ഞ്. വരാതെങ്ങനാ ഞങ്ങൾ ജീവിക്കുന്നത്? ജാനു, എന്തോ? നീ വീട്ടിലേക്ക് വെക്കും. മതി മതി, ഞാൻ കിളിച്ചേട്ടനോട് പിണക്കാം. അയ്യോ, എന്ത് പറ്റി? 2-3 ദിവസം എവിടെയായിരുന്നു? പൊള്ളാച്ചിയിലെ. നോണ പൊള്ളാച്ചിൽ പറഞ്ഞ് ഈ ചേട്ടന്മല്ല മീനാക്ഷിയുടെ നിറ പോയതാണോ? വെളുത്തമ്മേ, ഇത്തരം നെട്ടും പോയിട്ടില്ലാത്ത വർത്തമാനം എന്നോട് പറയരുത് കേട്ടോ. അതിനിപ്പോ ഞാൻ എന്താ പറഞ്ഞു? വെളുത്തമ്മേ, ഈ കിളി പൊള്ളാച്ചിയിലല്ല കൊയിലാണ്ടി പോയാലും ശരി, മീനാക്ഷിയല്ല കാമാക്ഷിയെ കണ്ടാലും ശരി, വേറൊരു പെണ്ണിനെ ഈ കൈ കൊണ്ട് തൊടുകയല്ല. ഈ കൈ കൊണ്ട് തൊടുകയല്ല. ഇനി നിനക്ക് വിശ്വാസമില്ലെങ്കിൽ ഇനി ഞാൻ നിനക്ക് സൈഡ് തരികയല്ല. ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ കിളിച്ചേട്ടാ. കിളിച്ചേട്ട സൈഡ് തന്നില്ലെങ്കിൽ ഞാൻ ഓവർടേക്ക് ചെയ്യും. എന്താ ചേട്ടാ? എന്താണ്? അയ്യോ, ഇത് പൗഡറാണല്ലോ. അതെ, പൊള്ളാച്ചി ഷാപ്പിന്റെ മുമ്പിൽ നിന്ന് മേടിച്ചതാ. ഇന്നാ അയ്യോ, നല്ല കാർമുടി. അതെ, നിനക്കിതില്ലാത്തത് കൊണ്ടേ വാടികുളം ഷാപ്പിന്റെ മുമ്പിൽ നിന്ന് മേടിച്ചതാ. ഇന്നാ എനിക്ക് ഇഷ്ടപ്പെട്ട നിറമായത്. അതെ, ചെറുപ്പളശ്ശേരി ഷാപ്പിന്റെ മുമ്പിൽ നിന്ന് മേടിച്ചതാ. എന്താ ഏട്ടാ? അയ്യോ, കിട്ടുന്നില്ല. നീ ഒന്ന് കൈയിട്ട് നോക്കിയേ. അയ്യോ, നാണിക്കണ്ട. മണ്ണാർക്കാട് ഷാപ്പിന്റെ മുമ്പിൽ നിന്ന് മേടിച്ചതാ. മതി തമാശ. വെളുത്തമ്മേ, ഇത്രയും സാധനങ്ങള് ഇത്രയും സ്ഥലത്തുനിന്ന് നീ പറയാതെ തന്നെ ഞാൻ വാങ്ങിച്ചോണ്ട് വന്നില്ല. ഇപ്പൊ പറ, എനിക്ക് നിന്നോട് സ്നേഹമില്ലയോ? സ്നേഹമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ നീ മീനാക്കി കൊയിലാണ്ടി എന്നൊക്കെ പറയുന്നതോ? ഇതൊക്കെ ഒളിച്ചല്ലാതെ 4 പേരുടെ മുമ്പിൽ വെച്ച് ഒന്ന് തരുന്നതെന്നാ? 4 പേരുടെ മുമ്പിൽ വെച്ചോ? മണ്ണാർക്കാട്ടിൽ നിന്ന് മേടിച്ചതോ? പോ ചേട്ടാ. അങ്ങനെ അങ്ങോട്ട് പോവല്ലേ എന്റെ വെളുത്തമ്മ. നിന്റെ മനസ്സിങ്ങനെ പതറിയ പിന്നെ ആരാ കൊച്ചിന് ധൈര്യം കൊടുക്കുന്നത്? എന്നാലും ആ മനുഷ്യൻ ഇങ്ങനെയായി പോയല്ലോ. വീട്ടിലൊരു ആപത്ത് വരുമ്പോ ഉപകരിച്ചില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം? ദൂരെ ലോഡ് പോയിരിക്കുന്ന ആള് ഇതൊക്കെ എങ്ങനെ അറിയാനാ? ദോഷം പറയരുത് കേട്ടോ. ആപത്തിൽ സഹായിക്കാനൊക്കെ നല്ല മനസ്സുള്ള ആളാ വാസുവേട്ടൻ. അത് ശരിയാണ് കേട്ടോ. സുമതി എന്ന് പറഞ്ഞ ജീവനാണ് വാസുവിന്. ഞാനതൊന്നും നോക്കാറില്ല. സുമതിയുടെ കണ്ണ് ശരിയാവണമെങ്കിൽ കാശ് ഒത്തിരി വേണ്ടി വരുമെന്നാ തോന്നണത്. അന്നത്തേടം കിട്ടി അന്നത്തേടം കഴിയുന്ന ഞാൻ ഇതെവിടെ നിന്നുണ്ടാക്കാനാണ്? എന്താണ് ഇതിനകത്തൊരു സ്ത്രീ സമാജം? എന്താണ് മിണ്ടാത്തത്? എന്താ മിണ്ടാത്തത്? ഞാനിവിടെ വരുമ്പോ ഒരൊറ്റ അലോലാദികളെ കാണാൻ പാടില്ല. അവളുമാരുടെ ഒരു പഞ്ചായത്ത്. ആപത്ത് വരുന്ന നേരത്ത് നിങ്ങളുണ്ടാവില്ല, അവരൊക്കെ കാണും. എന്താണ് ഇവിടെ ഇത്ര വലിയ ആപത്ത്? സുമതി മിനിഞ്ഞാന്ന് സ്കൂളിൽ വെച്ച് വീണ് തല പൊട്ടി. ഇപ്പൊ അവൾക്ക് കാഴ്ചയില്ല. അവൾ ആശുപത്രിയില്ല. ഏത് ആശുപത്രിയില്? മേനോന്റെ ആശുപത്രിയില്. അവൾ ആശുപത്രിയിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോ നീ ഇവിടെ ആരെ കാത്താ വന്നിരിക്കുന്നത്? എന്താണ് തുറച്ചു നോക്കുന്നത്? ഞാൻ പിന്നെ ശൃംഗാരത്തിൽ നോക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്റെ ദുഃഖം കാണാനുള്ള വെളിച്ചം ഇപ്പൊ നിങ്ങളുടെ കണ്ണിനില്ല. പക്ഷെ അവൾ എന്റെ കൂടെപ്പിറപ്പാണ്. ഓ, അതിന് നീ ഇപ്പൊ എവിടെ ഇരുന്ന് മോങ്ങിയ കൂടെപ്പിറപ്പിന്റെ രോഗവും മാറും, കണ്ണും തെളി. എന്നാ പിന്നെ വേണ്ടതൊക്കെ ചെയ്യാറുന്നല്ലോ. വാസു, ഈ വാസു ചെയ്യോടി. അവക്ക് കണ്ണല്ല, ജീവൻ പോലും
കിട്ടുമെങ്കിൽ വാസ് വാങ്ങിച്ചു കൊടുക്കൂടി. പക്ഷെ വാസ് കരയില്ല, പ്രവർത്തിക്കും. പിന്നെ നിങ്ങൾ വെറുതെ പറയുന്നല്ലാതെ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ? ഇല്ലേ ഇല്ലേ, പൊന്നും പണവും ഉണ്ടാക്കിയിട്ട് വാസ് നിന്നെ കിട്ടുള്ളൂ പറഞ്ഞു. അത് ഉണ്ടാക്കുന്നതിന് മുമ്പ് നിന്നെ ഞാൻ കയറി കെട്ടിയില്ലല്ലോ. നിങ്ങൾക്ക് കളി. എനിക്കറിയാം, ഞാൻ ഒറ്റയ്ക്കാണ്. എന്റെ ദുഃഖം അറിയാൻ എനിക്കാരുമില്ല. ആര് പറഞ്ഞു നിനക്ക് ആരുമില്ലെന്ന്? ഈ വാസു ഉള്ളപ്പോ നിനക്കെല്ലാം ഉണ്ട്. ആ ശരി, പാലടിച്ചു തുടർന്നു. ഞാൻ സുമതിയെ കാണാൻ പോവാണ്. ക്യാമറമാൻ എവിടെ? വന്നിട്ടില്ല സർ. ഐ ഡോണ്ട് ലൈക്ക് ദിസ് മാൻ. ഓക്കെ സർ, കാളിങ് വരാൻ പറയൂ. പക്ഷെ സാറാമ്മ നോക്കിക്കോ, ഈ പടത്തോടുകൂടി നിങ്ങളുടെ മോള് സൂര്യകാന്തി ശരിക്കൊന്ന് വളരും. ഞാൻ വളർത്തും. അല്ല സാറേ, മാമൂൽ സാമൊക്കെ ഇട്ട പേര് മാറ്റി സൂര്യനെന്നും കാന്തിന്നും ഒക്കെ വിളിച്ച വല്ല ദൈവദോഷം ഉണ്ടാവുമോ? വണ്ടർഫുൾ കൺട്രി. എന്റെ മോളെ ഇപ്പൊ കണ്ട മാലാഖിയെ പോലെയുണ്ട്. എന്ത് വേഷമാണോ ഈ കൊടുത്തിരിക്കുന്നത്? നോ സെൻസസ്. തമ്പുരാട്ടിയല്ലേ സാർ, അതുകൊണ്ടാണ് ഞാൻ ഈ വേഷം കൊടുത്തത്. നോൺസെൻസ് ഫൂൾസ്. ഇത് കൊട്ടാരത്തിലെ തമ്പുരാട്ടിയല്ലടോ, അനുരാഗ നാട്ടിലെ തമ്പുരാട്ടി. അതായത് മുഴുവനും സെക്സ്. അതാണ് കളക്ഷൻ പോയിന്റ്. ഐ വാണ്ട് പക്ക കമേഴ്സ്. മെസ്സേജ് നോ. സൂര്യകാന്തി നിയർ കം. സിനിമയിൽ രക്ഷപ്പെടണമെങ്കിൽ സെക്സ് കാണിച്ചെങ്കിലേ ഒക്കൂ. എന്നാലേ വലുതാകാൻ പറ്റൂ. വലുതായി കഴിയുമ്പോ പിന്നെ അത് കാണിക്കില്ലെന്ന് വേണമെങ്കിൽ പറയാം. ഹലോ ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. വളരെ നേരത്തെ എത്തിയല്ലോ. നമുക്കിനി തുടങ്ങാം. പോയി ആർട്ടിസ്റ്റിനെ വിളിച്ചോണ്ട് പോരെ. അത് സാരമില്ല, ഇവിടുത്തെ ബില്ലിനെ പറ്റിയൊന്നും നിങ്ങൾ വിഷമിക്കണ്ട. പക്ഷേ സുമതിയെ ഞാൻ പറഞ്ഞ ഡോക്ടറെ കഴിയുന്നതും വേഗം കാണിക്കണം. അദ്ദേഹം മിടുക്കനുമാണ്. പാവപ്പെട്ട എനിക്ക് സാറ് ചെയ്തെന്ന ഈ ഉപകാരം ഒന്നും പറയണ്ട, സന്തോഷമായി പോയിക്കോളൂ. സുമതി, എന്താ സാർ? ഒന്നും പേടിക്കണ്ട കേട്ടോ. പിന്നെ കണ്ണ് സുഖമായിട്ട് ഇങ്ങോട്ട് വരണം. വരാൻ സാർ. വരട്ടെ സാർ. ഒരു ഓപ്പറേഷൻ ഉടനെ ചെയ്യണം, വിത്തിൻ 4 days. അല്ലാത്ത പക്ഷം ജീവിതാവസാനം വരെ ഈ കുട്ടി അന്ധയായി കഴിയേണ്ടി വരും. അയ്യോ, എന്റെ അനുജത്തെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം സാർ. രക്ഷിക്കാനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞത്. മിനിമം 1500 രൂപയെങ്കിലും ഉണ്ടെങ്കിൽ കണ്ണ് ഞാൻ സുഖപ്പെടുത്തി തരാം. അയ്യോ, 1500 രൂപയോ? ഞാനൊരു കൂലിക്കാരിയാണ് സാർ. എന്നെ കൊണ്ട് ഇത്രയും തുക ഉണ്ടാക്കാൻ. അപ്പോൾ ഏതെങ്കിലും സർക്കാർ ആശുപത്രിയിൽ കൊണ്ടുപോകൂ. ഇവിടെ കൊണ്ടുവരണമെന്നാണ് മേനോൻ സാർ പറഞ്ഞത്. സോറി, ഇത്രയും തുകയില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ. മോൾ ഇതും കൂടെ കഴിച്ചാൽ മതി ചേട്ടാ, ഒത്തിരി ഉണ്ടില്ലേ? എന്താടാ കിളി? മുതലാളി പിന്നെ ആളെ വിട്ടു. എന്താ കുഞ്ഞ്? അറിയാനാ? എന്നിട്ട് എന്ത് പറഞ്ഞു? ആശാനെ കൊണ്ട് പറ്റൂല, ഈ താക്കോൽ ഉടനെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. കൊടുത്തില്ലെങ്കിൽ എടുത്തോണ്ട് പോകുമെന്നൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ അതിനവന്റെ ഗീറ് പറിക്കും. ആശാനോട് പോയിട്ട് അവരത് എന്നോട് പറയുന്നില്ല. ഞാനേ പട്ടാളം വാസുവിന്റെ സ്റ്റെപ്പിനെയാ. അപ്പൊ എനിക്ക് ലോഡ് എടുക്കണോ? ഇന്നലെ തന്ന കാശൊക്കെ തീർത്തോ? ഇന്നലെ മുഴുവൻ ഫസ്റ്റ് ഗീറിലായിരുന്നു ആശാനെ, അതുകൊണ്ട് ഡീസൽ ചെലവ് അല്പം കൂടി. എന്നാ വെച്ചോ. 1500 രൂപയോ? എന്റെ അല്ല. നീ ഇങ്ങനെ എപ്പോഴും വന്ന് രൂപ ചോദിച്ചാൽ ഞാൻ എവിടെ പോകാനാ? എന്റെ ജീവിതകാലം മുഴുവൻ ഇവിടെ വേല ചെയ്ത് ഞാൻ ഈ കടം വീട്ടിക്കൊള്ളാൻ കൊച്ചമ്മ. നീ എവിടുന്നെടുത്ത് വീട്ടാനാ ജാനു? വാസു ആണെങ്കിൽ കള്ളുകുടിയൻ, നീയാണെങ്കിൽ കൂലിവേലക്കാരി. 50 100 വല്ലതും ആണെങ്കിൽ എന്നെ സഹായിക്കാൻ ആരുമില്ല കൊച്ചമ്മേ. അത് തന്നെയാ ഞാനും പറയുന്നത്. ഉള്ളത് പറയാമല്ലോ. അത്രയും രൂപ തരാൻ എന്നെ കൊണ്ടാവില്ല. നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നീ ഇവിടെ ജോലി ചെയ്യണ്ട.